ഇന്നലെ കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി 5 വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തിയാണ് മടങ്ങിയത്. പ്രതിമാസ ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം. ഇത് നമ്മൾ പണ്ടും കേട്ടതാണ്. ഒരു 10 വർഷം മുൻപ് 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ വഴിയില്ല. സാമൂഹിക പെൻഷൻ തുക വർദ്ധിപ്പിച്ച് മുടക്കമില്ലാതെ വിതരണം ചെയ്യുമെന്നായിരുന്നു അത്. പാവപ്പെട്ട മലയാളികൾ അന്ന് അതിൽ വീഴുകയും ചെയ്തു. അങ്ങനെ UDFനെ അധികാരത്തിലേറ്റി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുമായി. പിന്നെ നാം കണ്ടത് സിനിമാ കഥകളെ പോലും വെല്ലുന്ന ട്വിസ്റ്റാണ്. അന്ന് 500 രൂപയായിരുന്നു ക്ഷേമ പെൻഷനായി നൽകിയിരുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ ആദ്യത്തെ 4 വർഷം 1 രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല. അവസാന വർഷം പേരിന് ഒരു 100 രൂപ അങ്ങ് കണ്ണടച്ച് വർദ്ധിപ്പിച്ചു. എന്നാൽ അത് കൊടുത്തില്ലെന്ന് മാത്രമല്ല, മാസങ്ങളോളം കുടിശ്ശികയായി കിടന്നു. അന്ന് വികാരാധീനനായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത് ഓർമ്മയുണ്ടോ? 2001, 2002 ഉണ്ടായിരുന്നതിനേക്കാൾ പെൻഷൻ ബാധ്യത 4 ഇരട്ടി വർദ്ധിച്ചു അത്ര. 2040 ആകുമ്പോൾ 8 ലക്ഷം കോടിയായി പെൻഷൻ ബാധ്യത മാറുമെന്നും. ഇതാര് കൊടുക്കും? സർക്കാരിന് ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ചോദ്യം. അത് പിന്നെ പണ്ടേ അങ്ങനെയാണല്ലോ. UDF തെരഞ്ഞെടുപ്പിന് മുൻപ് ഇങ്ങനെ പല വാഗ്ദാനങ്ങളും നൽകും. പക്ഷേ അതൊന്നും നടപ്പാക്കാനുള്ളതല്ലെന്ന് മാത്രം. അത് അവർ പലപ്പോഴും തെളിയിച്ചിട്ടുമുണ്ട്. അപ്പോഴാണ് വീണ്ടും രാഹുൽ ഗാന്ധിയുടെ വക പുതിയ പ്രഖ്യാപനങ്ങൾ. ഇനി കേരളത്തിൽ ക്ഷേമ പെൻഷൻ വന്ന വഴി എങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. 1980 EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന LDF സർക്കാരാണ് കേരളത്തിൽ ആദ്യമായി ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചത്. അന്ന് 45 രൂപ വീതമാണ് 60 വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷനായി നൽകിയത്. 1982 K കരുണാകരന്റെ നേതൃത്വത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും 1 രൂപ പോലും പെൻഷൻ വർദ്ധിപ്പിച്ചില്ല. 1987 വീണ്ടും LDF സർക്കാർ അധികാരത്തിൽ വന്നു. EK നായനാറായിരുന്നു അന്നും മുഖ്യമന്ത്രി. ആ സർക്കാരാണ് 45 രൂപയിൽ നിന്നും 60 രൂപയായി പെൻഷൻ വർദ്ധിപ്പിച്ചത്. 1992 വീണ്ടും UDFനായിരുന്നു ഭരണം. K കരുണാകരനും പിന്നീട് AK ആന്റണിയുമായിരുന്നു മുഖ്യമന്ത്രിമാർ. 1 രൂപ പോലും പെൻഷൻ വർദ്ധിപ്പിക്കാതെയാണ് ആ സർക്കാർ കാലാവധി പൂർത്തിയാക്കിയത്. 1996 വീണ്ടും EK നായനാരുടെ നേതൃത്വത്തിൽ LDF അധികാരത്തിൽ വന്നപ്പോൾ 60 രൂപയിൽ നിന്നും 120 രൂപയായി പെൻഷൻ ഇരട്ടി വർദ്ധിപ്പിച്ചു. എന്നാൽ 2001 അധികാരത്തിൽ വന്ന AK ആന്റണി സർക്കാരിന് നേരിടേണ്ടി വന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെയായിരുന്നു. 28 മാസമാണ് അന്ന് പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യ സംഭവമായിരുന്നു ഇത്. 2006 അധികാരത്തിൽ വന്ന VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ആ കുടിശ്ശിക കൊടുത്തു തീർത്തത്. 2011 ആ സർക്കാർ കാലാവധി പൂർത്തിയാക്കിയപ്പോൾ 1 മാസത്തെ പെൻഷൻ പോലും കുടിശ്ശിക ഇല്ലാതെയായിരുന്നുവെന്ന് ഓർക്കണം. കൂടാതെ പെൻഷൻ 500 രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. 2011 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാർ അവസാന വർഷം 100 രൂപ വർദ്ധിപ്പിച്ച് പെൻഷൻ 600 ആക്കി. കുറ്റം പറയരുതല്ലോ. വർദ്ധിപ്പിച്ചത് മാത്രമല്ല, നിലവിൽ കൊടുക്കേണ്ട 500 രൂപ പോലും മാസങ്ങളോളം കുടിശ്ശിക ഇട്ടിട്ടാണ് ആ സർക്കാർ പുറത്തിറങ്ങിയതും. അത് ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കേരള ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് മുന്നണി 10 വർഷം അധികാരമില്ലാതെ പുറത്തിരിക്കേണ്ടി വന്നു. 2016 അധികാരത്തിൽ വന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ തുക വീണ്ടും വർദ്ധിപ്പിച്ച് 1600 ആക്കി. 2021 അധികാരത്തിൽ വന്ന LDF സർക്കാർ പെൻഷൻ തുക വീണ്ടും വർദ്ധിപ്പിച്ച് 2000 ആക്കി ഉയർത്തി. സമൂഹത്തിലെ പിന്നണിയിൽ നിൽക്കുന്ന 62 ലക്ഷം പേർക്ക് 2000 രൂപ വീതം ഇപ്പോൾ പ്രതിമാസം മുടക്കമില്ലാതെ LDF സർക്കാർ പെൻഷൻ നൽകുന്നുണ്ട്. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഉപരോധ സമാന അവസ്ഥ സൃഷ്ടിച്ചപ്പോഴും പെൻഷൻ മുടങ്ങിയില്ല എന്ന കാര്യം മറക്കല്ലേ. LDF അങ്ങനെയാണ്. പറയുന്നത് എല്ലാം ചെയ്തതാണ് ചരിത്രം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ 98% കാര്യങ്ങളും നടപ്പിലാക്കിയ മുന്നണിയുടെ പേര് ഇനി മറക്കണ്ട. അത് LDF ആയിരുന്നു.